സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ പത്രമാധ്യമങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള അല്ലെങ്കിൽ റീഡർഷിപ്പുള്ള മാധ്യമത്തിനാണ് പരസ്യ ചെലവ് കൂടുതൽ. ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് എത്രത്തോളം കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ റീഡേഴ്സ് ഉണ്ടോ അതിൽ പരസ്യം ചെയ്യാൻ കൂടുതൽ പൈസ വേണ്ടി വരും. പത്രങ്ങളെ പോലെ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളും. ഇന്ന് അത്രയും വാണിജ്യവൽക്കരിച്ച് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പേഴ്സ്പെക്റ്റീവിൽ ഇതിനെ കാണുമ്പോൾ എങ്ങനെ സ്വന്തമായിട്ട് ഈ നേരത്തെ പറഞ്ഞ ഒരു കസ്റ്റമർ അക്വിസിഷൻ എങ്ങനെ ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ നിലനിർത്താം, സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം, അതിനെങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നൊക്കെയാണ് ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്ലോമറേഷൻ എന്ന് പറയാം അതിന്. കാരണം വെച്ചാൽ ഒരു ക്ലസ്റ്റർ നമ്മൾ ഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനോരമയുടെ കാര്യം എടുത്തു പറഞ്ഞു, ഒരു എക്സാമ്പിളായിട്ട് മാത്രം. ഓക്കെ, മനോരമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മേഖലകളിൽ അത് വ്യാപിച്ച് കിടക്കുകയാണ്. അതായത് പത്രം എന്നുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ഡെലിവറി ചെയ്യുക, അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ഈ ജനങ്ങളുമായിട്ട്, അവരുടെ കയ്യിലുള്ള ജനങ്ങളുമായിട്ട് എങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ജനങ്ങൾ മാറി ചിന്തിക്കാതിരിക്കാൻ എങ്ങനെ ജനങ്ങളെ എൻഗേജ് ചെയ്യാം എന്ന രീതിയിൽ അവർ പല അതിലിപ്പോൾ അഗ്രികൾച്ചറായിട്ടാണെന്നുണ്ടെങ്കിലും സ്പോർട്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷനായിട്ടാണെന്നുണ്ടെങ്കിലും അത്തരം ഇവൻറ്റ്സിൽ എൻ്റെ ഭാഗമാവുകയും സ്പോൺസറാവുകയും അല്ലാതെ ഇനീഷ്യേറ്റ് ചെയ്യുകയും അങ്ങനെ പല മേഖലകളിൽ അതിലേക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു ഏരിയ വലുതായി കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു മെത്തേഡ് ഇപ്പോൾ KSRTCക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമായിട്ട് മാറും. ഒന്ന് കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഒരു കൂടുതൽ കടന്നു വരവ് അല്ലെങ്കിൽ ഇതിലേക്ക് ബസ്സിലേക്ക് കടന്നു വരവുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അത് സ്ഥിരമാകുമ്പോൾ അതിലേക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ബ്രാൻഡ്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ പത്രമാധ്യമങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള അല്ലെങ്കിൽ റീഡർഷിപ്പുള്ള മാധ്യമത്തിനാണ് പരസ്യ ചെലവ് കൂടുതൽ. ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് എത്രത്തോളം കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ റീഡേഴ്സ് ഉണ്ടോ അതിൽ പരസ്യം ചെയ്യാൻ കൂടുതൽ പൈസ വേണ്ടി വരും. പത്രങ്ങളെ പോലെ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളും. ഇന്ന് അത്രയും വാണിജ്യവൽക്കരിച്ച് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പേഴ്സ്പെക്റ്റീവിൽ ഇതിനെ കാണുമ്പോൾ എങ്ങനെ സ്വന്തമായിട്ട് ഈ നേരത്തെ പറഞ്ഞ ഒരു കസ്റ്റമർ അക്വിസിഷൻ എങ്ങനെ ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ നിലനിർത്താം, സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം, അതിനെങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നൊക്കെയാണ് ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്ലോമറേഷൻ എന്ന് പറയാം അതിന്. കാരണം വെച്ചാൽ ഒരു ക്ലസ്റ്റർ നമ്മൾ ഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനോരമയുടെ കാര്യം എടുത്തു പറഞ്ഞു, ഒരു എക്സാമ്പിളായിട്ട് മാത്രം. ഓക്കെ, മനോരമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മേഖലകളിൽ അത് വ്യാപിച്ച് കിടക്കുകയാണ്. അതായത് പത്രം എന്നുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ഡെലിവറി ചെയ്യുക, അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ഈ ജനങ്ങളുമായിട്ട്, അവരുടെ കയ്യിലുള്ള ജനങ്ങളുമായിട്ട് എങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ജനങ്ങൾ മാറി ചിന്തിക്കാതിരിക്കാൻ എങ്ങനെ ജനങ്ങളെ എൻഗേജ് ചെയ്യാം എന്ന രീതിയിൽ അവർ പല അതിലിപ്പോൾ അഗ്രികൾച്ചറായിട്ടാണെന്നുണ്ടെങ്കിലും സ്പോർട്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷനായിട്ടാണെന്നുണ്ടെങ്കിലും അത്തരം ഇവൻറ്റ്സിൽ എൻ്റെ ഭാഗമാവുകയും സ്പോൺസറാവുകയും അല്ലാതെ ഇനീഷ്യേറ്റ് ചെയ്യുകയും അങ്ങനെ പല മേഖലകളിൽ അതിലേക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു ഏരിയ വലുതായി കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു മെത്തേഡ് ഇപ്പോൾ KSRTCക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമായിട്ട് മാറും. ഒന്ന് കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഒരു കൂടുതൽ കടന്നു വരവ് അല്ലെങ്കിൽ ഇതിലേക്ക് ബസ്സിലേക്ക് കടന്നു വരവുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അത് സ്ഥിരമാകുമ്പോൾ അതിലേക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ബ്രാൻഡ്സ് ഉണ്ടാവും. നാട്ടിൻ്റെ ഒരു എക്കണോമി ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പല രീതിയിൽ
കഴിവുള്ള ആൾക്കാരുണ്ട്, സ്കില്ലുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ വീട്ടിലിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ ചിലവാണ്. ഈ ചിലവ് ഇപ്പോൾ നാട്ടും പുറത്ത് നിന്ന് ഒരു ടൗണിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നാട്ടും പുറത്ത് ടൗണിലേക്ക് പോയി വരിക എന്ന് പറയുന്ന ചിലവുണ്ട്. അപ്പോൾ ആ ചിലവും ടൗണിലുള്ള ഒരു സാലറി സ്കെയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് വിൽ ഗോ അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ കോഴിക്കോടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ചേരിയോ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പട്ടണങ്ങളാണെങ്കിൽ ദൂരെയുള്ള പട്ടണങ്ങളാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നാട്ടിലുള്ള സ്ത്രീകൾക്ക് പറ്റും. അവരത് മടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. കാരണം ഒരു ദിവസം സപ്പോസ് ഒരു 50 രൂപ അങ്ങോട്ടും 50 രൂപ ഇങ്ങോട്ട് ചിലവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 100 രൂപയായി. ഈ 100 രൂപ ഒരു മാസം മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടുന്ന സാലറി ബാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഒരു ലിബറലായിട്ട് ചിന്തിക്കാനും കുറച്ചും കൂടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും അല്ലാതെ സമ്പാദ്യം ഉണ്ടാക്കാനും ഒക്കെ സ്ത്രീകൾക്ക് പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ദൂരെ പോയി തിരിച്ച് വരാൻ പറ്റുന്ന രീതിയിലൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളെ ദൂരസ്ഥലത്തേക്കൊക്കെ പറഞ്ഞയക്കും. അതുപോലെ അത്തരം അവസരങ്ങൾ പെൺകുട്ടികൾക്ക് ഉണ്ടാവാറില്ല. ഞാൻ പറയുന്നത് ഒരു മിഡ് ലെവൽ അല്ലാന്നുണ്ടെങ്കിൽ മധ്യവർഗ അല്ലാന്നെങ്കിൽ കുറച്ച് താഴെയുള്ള ആൾക്കാർ ഞാൻ പറയുന്നത് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനുള്ള അതൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് ദൂരെ പോയി വരാനും ദൂരെയുള്ള കോളേജുകൾ നല്ല കോളേജുകളിൽ ചേരാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാവും. അവിടെ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള സംഭവം അത് ഉറപ്പുവരുത്തും വേണം. പണ്ടത്തെ പോലെ KSRTC ഇന്നില്ല അല്ലെങ്കിൽ അത് പണിമുടക്കണം അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസലായി എന്ന് പറയാൻ പറ്റില്ല. അത്തരമൊരു ഉത്തരവാദിത്വം KSRTCൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വലിയ രീതിയിൽ ഈ ഒരു മുന്നേറ്റം ഈ ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായ ഇനിഷ്യേറ്റീവ് വളരെ ഗുണം ചെയ്യും. മാത്രമല്ല സ്ത്രീകൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഈ നാട്ടിൻ പുറത്ത് അവിടെ ചിലവാക്കുമ്പോൾ റൂറൽ എക്കണോമി ഡെവലപ്പ് ആവുകയാണ്. അത് അവിടെയാണ് അവർ ചിലവാക്കുന്നത്. അവിടെ ചിലവാക്കുമ്പോൾ അത് അവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ ആ നാട്ടിൻ പുറത്തുള്ള ക്യാഷ് ഫ്ലോ എൻഹാൻസ് ചെയ്യും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ഇത് CM പറഞ്ഞ പോലെ ഇതൊരു ഔദാര്യമല്ല എന്നുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റു വഴിയിൽ കൂടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ ബജറ്റിൽ 800 കോടി രൂപ മാറ്റി വയ്ക്കുന്നത് പറയുന്നു. അതൊരു ബേർഡൻ അല്ലാതെ ലോങ് ടേമിൽ അതൊരു വലിയ ബെനിഫിറ്റാക്കി മാറ്റാൻ പറ്റും. കാരണം ഇതിനെ ഒരു അഗ്ലോമറേഷൻ കോൺസെപ്റ്റിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സബ്സ്റ്റാൻഷ്യേറ്റ് കുറേ ഘടകങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇൻ ദ സെൻസ് KSRTCക്ക് ധാരാളം അസറ്റ്സ് ഉണ്ട്, കണ്ണായ സ്ഥലത്ത് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇതിനെല്ലാം കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇതിനെ ഇത്തരം ഈ ട്രാവലേഴ്സിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. അത് കൊമേഴ്ഷ്യൽ സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനൊരു മൂവിങ് അസറ്റാണ് KSRTC എന്ന് പറയുന്നത് തന്നെ. അതിനെ മേലെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിസിബിളായ സ്ഥലങ്ങളിലെല്ലാം ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു വരുമാനം റവന്യൂ നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതല്ലാതെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിൽ ലോങ് ടേമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രപ്പോസൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രസൻറ്റേഷനാക്കി സുഹൃത്തും നാട്ടുകാരനുമായിട്ടുള്ള ശ്രീ റഷീദ് പറമ്പന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് CMൻ്റെ കയ്യിൽ എത്തിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഈ ബജറ്റിൻ്റെ തിരക്കിന് ശേഷം. അത് ഓക്സിജൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ, ഓക്സി ജനറേഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ഒരു എക്കണോമിക് സ്റ്റൈലിൽ ബിൽഡപ്പ് ചെയ്യാവുന്ന അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ കൊണ്ടുപോകാവുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എങ്ങനെ ഇതിനെ പല മുഖങ്ങൾ ഇതിന് കൊടുക്കാൻ പറ്റും, ഈ മുഖങ്ങളെ എങ്ങനെ ഏകോപിപ്പിക്കാൻ പറ്റും, ഈ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ ലോങ് ടേമിൽ എങ്ങനെ അത് ബെനിഫിറ്റ് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ പല വ്യത്യസ്ത മേഖലകളിൽ ഇതിൻ്റെ നല്ല സ്വാധീനം കൊണ്ടുവരാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം ആണത്. തീർച്ചയായിട്ടും ഈ ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. താങ്ക് യു.